9-ാം തീയതിയും 11-ാം തീയതിയുമായി 2 ഘട്ടങ്ങളിലായി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത് 9.5 വർഷക്കാലമായ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ചർച്ച ചെയ്യണമെന്നാണ്. അതോടൊപ്പം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ നിങ്ങൾക്ക് വിലയിരുത്താം. 9.5 വർഷക്കാലം അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളും ആ ഗവൺമെന്റിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തന മികവിനെയും അതിലെ പോരായ്മകളും ചർച്ച ചെയ്തുകൊണ്ടാവണം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ ജനവിധി നേടേണ്ടത്, രേഖപ്പെടുത്തേണ്ടത് എന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് പറയുമ്പോൾ 9.5 വർഷക്കാലം പുറകിലേക്ക് പോകണം. 9.5 വർഷക്കാലം മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേര് അബ്ദുൾ റബ്ബ് എന്നാണ്. ഞങ്ങളുടെ ജില്ലക്കാരനാണ്. അന്നാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾ ഒരു പ്രത്യേക സമരത്തിന് തയ്യാറാകുന്നത്. പാഠപുസ്തകം കിട്ടാത്തതിന്റെ ഭാഗമായി ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ട വിവാദം ഉയർന്നു വരുന്നത്. പാഠപുസ്തകം കിട്ടാത്തത് കൊണ്ട് ഓണപരീക്ഷ നടത്താൻ കഴിയില്ല. ഓണപരീക്ഷ അടുത്തപ്പോഴും പാഠപുസ്തകം കിട്ടിയില്ല. ഇത് കേരളത്തിലെ രക്ഷകർത്താക്കളുടെയും വിദ്യാർത്ഥികളുടെയും പരാതിയായി. അത് വലിയ വിവാദമായി, വലിയ ചർച്ചയായി, സമരമായി വിദ്യാർത്ഥികൾ പ്രക്ഷോഭ രംഗത്തിറങ്ങിയപ്പോ കേരളത്തിന്റെ അന്നത്തെ ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബ് പറഞ്ഞത് ഓണം നേരത്തെ വന്നതുകൊണ്ടാണ് എന്ന്. അങ്ങനെ സംഭവിക്കുമോ? ഓണം ഇങ്ങനെ നേരത്തെ വരുമോ? ഓണം നേരത്തെ വന്നതുകൊണ്ടാണ്, അല്ലാതെ പാഠപുസ്തകം സമയത്ത് ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ടല്ല. ഇതാണ് 9.5 വർഷക്കാലം മുമ്പ് കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നിന്നിരുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനം. 9.5 വർഷക്കാലത്തിന് ശേഷം ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ വിലയിരുത്തൂ എന്ന് പറയുമ്പോ കേരളത്തിലെ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ ആഴ്ചക്ക് മുമ്പ് പാഠപുസ്തകം വീട്ടിൽ എത്തിയില്ല എന്ന് പരാതിയുള്ള ഒരു രക്ഷകർത്താവ് മുതുതല പഞ്ചായത്തിലുണ്ടോ? UDFന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മാറ്റം എന്ന് പറയപ്പെടുന്നത് താരതമ്യത്തിന്റെ ഭാഗമായി മാറ്റത്തെ വിലയിരുത്തണം. 6000 വീടുള്ള മുതുതല പഞ്ചായത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിക്ക് അധ്യയന വർഷം ആരംഭിക്കുന്നതിന്റെ മുമ്പ് പാഠപുസ്തകം കിട്ടാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ തുടർച്ച? എന്തിനാണ് ഇടതുപക്ഷത്തിന്റെ കരുത്ത് രാജ്യത്ത് വളരെ മുന്നോട്ട് പോകണം എന്ന ആവശ്യം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത്? നിങ്ങളുടെ മക്കളുടെ അക്ഷരം പഠിക്കാനുള്ള അവകാശത്തെ കൃത്യതയായി കൊണ്ടുപോയ 9.5 വർഷക്കാലത്തിന് ശേഷം ഞങ്ങൾ പറയുന്നു, വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെന്റിനെ വിലയിരുത്തും. സൗജന്യ യൂണിഫോമും തയ്യൽ കൂലിയും കിട്ടാത്ത ഒരു വിദ്യാർത്ഥിയുണ്ടോ കേരളത്തിൽ? പാഠപുസ്തകം കിട്ടാത്ത വിദ്യാർത്ഥിയില്ലാത്ത കേരളം, സൗജന്യ യൂണിഫോമും തയ്യൽ കൂലിയും കിട്ടാത്ത വിദ്യാർത്ഥിയില്ലാത്ത ഒരു കേരളം. നിങ്ങളുടെ രാജ്യത്തെ സർക്കാർ വിദ്യാലയങ്ങളിൽ 9.5 വർഷക്കാലം മുമ്പുണ്ടായിരുന്ന അടിസ്ഥാന സൗകര്യമാണോ ഇന്ന് നിലനിൽക്കുന്നത്? അക്കാദമിക് തലത്തിലും അടിസ്ഥാന തലത്തിലും മാതൃകാപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് 9.5 വർഷക്കാലം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷനിലൂടെ നടപ്പായിട്ടില്ലേ? നിങ്ങളുടെ കുട്ടികൾക്ക് ആദ്യം വേണ്ടത് അക്ഷരമല്ലേ? നിങ്ങളുടെ കുട്ടികൾ പഠിച്ചു വളർന്ന് മുന്നോട്ട് പോകണ്ടേ?
ആ പഠിച്ചു വളർന്ന് മുന്നോട്ട് പോകാൻ കുട്ടികളുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ആലയം മുതൽ അവര് പഠിക്കുന്ന ഉന്നത വിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യവും അക്കാദമിക് നിലവാരവും ഇത്ര വലിയ മാറ്റമുണ്ടായ ഒരു കാലം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്.